നമസ്കാരം സുഹൃത്തുക്കളെ. എന്നാൽ പിന്നെ ഒരു ഊട്ടി ട്രിപ്പ് ആയാലോ? തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ എടുത്ത് കസിൻസിനെയും കൂട്ടി നേരെ വിട്ടു കോയമ്പത്തൂരേക്ക്. അവിടുന്ന് ഓട്ടോമാറ്റിക് എക്സലേറ്റർ നടന്നിറങ്ങിക്കൊണ്ട് നേരെ വിട്ടു നമ്മുടെ ബോച്ചയുടെ ചായക്കടയിലേക്ക്. അവിടുന്ന് ഒരു കിടക്കാച്ചി കോഫിയും കുടിച്ച് സ്റ്റേഷനിൽ തന്നെ റെസ്റ്റ് എടുത്ത് അവിടുന്ന് കൂനൂരേക്കുള്ള ബസ് പിടിച്ച് അതിലായി പിന്നീടുള്ള യാത്ര. നേരം പെരന്ന സമയത്ത് കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിമനോഹരമായൊരു റെയിൽവേ സ്റ്റേഷൻ. ആ രാവിലത്തെ ആ ഒരു ഭംഗി നല്ല രീതിക്ക് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ എൻജിൻ മാറ്റി പഴയ എൻജിനും കൂടി ആയിരുന്നെങ്കിൽ അതിഗംഭീരമാകുമായിരുന്നു ആ കാഴ്ച എന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയുള്ള യാത്ര ഇതാ ഈ കാണുന്ന ട്രെയിനിലാണ്. ഞങ്ങളെപ്പോലെ തന്നെ കുറേ സഞ്ചാരികൾ അതിലുണ്ട്. മലയാളീസാണ് ഒട്ടുമിക്ക പേരും. ഓരോ അറകളായാണ് അതിൻ്റെ ഇരിപ്പിടങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പ്രകൃതി രമണീയമായ കാടും മലയും ആ ഊട്ടിയുടെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതിഗംഭീരമായൊരു മനോഹരമായൊരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായൊരു യാത്രയായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നത്. ഈ സ്റ്റേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അങ്ങനെ ഉദകമണ്ഡലം സ്റ്റേഷനിലെത്തി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റായി നല്ലൊരു പൂരിയും വാങ്ങിച്ച് അതും കഴിച്ച് നേരെ വിട്ടു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കർണാടകയുടെ അധീനതയിലുള്ള KSTDC എന്ന അതിഗംഭീരമായ ഗസ്റ്റ് ഹൗസിലേക്ക്. അതിനടുത്തായിട്ട് തന്നെ കർണാടക ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒന്ന് ചുറ്റിക്കണ്ട് അതിൻ്റെ സൗന്ദര്യവും മനോഹാരിതയും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടുന്ന് നേരെ ഊട്ടിയുടെ പ്രസിദ്ധമായ ബോട്ട് ഹൗസിലേക്ക്. അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും വലിയ തിരക്കില്ല താനും. അവിടുന്ന് ഒരു 4 പേരിരിക്കുന്ന ഒരു ബോട്ട് എടുത്ത് പിന്നെ അതിലായി അടുത്ത കളി. ചവിട്ടി കാലിൻ്റെ പരിപ്പിളകിയതല്ലാതെ വേറൊന്നുമില്ല എന്ന് വിചാരിക്കണ്ട. നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ അവിടെയുള്ള ഗെയിം സോൺസും ഒക്കെ കണ്ട് ഭക്ഷണവും കഴിച്ച് അന്ന് രാത്രി തന്നെയുള്ള ട്രെയിനിന് നേരെ പിടിച്ചു നാട്ടിലേക്ക്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.